എനിക്കൊരു സംശയം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഞാൻ ഈ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് അങ്ങയുടെ കയ്യിലുണ്ടാകുമല്ലോ, അതിൽ സെക്ഷൻ 7.1.3 713 in the event of any GOK, Government of Kerala closing this smart city project, അങ്ങനെ കേരള സർക്കാരാണ് ഈ സ്മാർട്ട് സിറ്റി പ്രോജക്റ്റ് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ to abandon the project and the development of smart city, in which case Government of Kerala shall acquire the entire shareholding of TCOM and its permitted affiliate in the SPV as consideration, which is the same amount as the sum paid to Government of Kerala. അതൊരു ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്ററെ വെച്ച് പരിശോധിച്ച് ഇതുവരെ അവർ ഇവിടെ നടത്തിയിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തുക തിരിച്ചു കൊടുക്കണം എന്നാണ് ഈ എഗ്രിമെൻറ്റിൽ പറയുന്നതായി ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അപ്പോൾ ഈ പ്രോജക്റ്റ് സർക്കാർ ഉദ്ദേശിച്ച വേഗതയിൽ പോയില്ല. വേഗതയിൽ പോവാത്ത സാഹചര്യത്തിൽ സർക്കാർ ഈ പദ്ധതി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഇതിനകം 6 ലക്ഷത്തോളം ചതുരശ്രേണി കെട്ടിടങ്ങൾ അവർ നിർമ്മിച്ചു, ചില അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയോ ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള ഒരു നഷ്ടപരിഹാരം കൊടുക്കാൻ ഈ സെക്ഷനിൽ പറയുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ വാദം. CCP ജോൺ. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊരു പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോഴും ആരാണോ ഡിഫോൾട്ടർ ആവുന്നത് ആ ഡിഫോൾട്ടർ അതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതാണ്. അപ്പോൾ സർക്കാർ അത് ചെയ്യുന്നില്ലെങ്കിൽ സർക്കാർ അതിൽ നിന്നുള്ള അവരുടെ ഷെയർ എടുക്കുകയോ അവരുടെ പ്രോജക്റ്റിൻ്റെ പൈസ കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയുന്നത് ഏതൊരു കരാറിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ എന്തുകൊണ്ട് ഗവൺമെൻറ് ചെയ്തില്ല? ഗവൺമെൻറ് ഒരു വൈറ്റ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കൃത്യമായ മെമ്മോറാണ്ടമോ ജനങ്ങളുടെ മുമ്പിൽ വെച്ചോ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കമ്പനി നമ്മളെ സഹായിക്കുന്നില്ല, അവർ പറഞ്ഞിട്ടുള്ള എഗ്രിമെൻറ്റിൽ അവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്ന് പറഞ്ഞ 1, 2, 3 ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തില്ല, അതുകൊണ്ട് നമുക്കിനി പരിപാടി വേണ്ട, ഏതായാലും അവരുടെ വന്ന നിലയ്ക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള സംഗതികളുടെ എല്ലാം സ്വത്ത് നമ്മൾ വിലക്കെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടെങ്കിലും, അങ്ങനെയല്ല പറയേണ്ടത്, അത് നടപ്പാക്കാണ് വേണ്ടത്. ഒരു മെമ്മോറാണ്ടം ഇന്ന് നമ്മുടെ മുമ്പിലുണ്ടോ? ഇതിൻ്റെ ഒരു ക്ലോഷർ മെമ്മോറാണ്ടം, ഇതെന്തുകൊണ്ട് ഞങ്ങൾ നിർത്തി, എന്തുകൊണ്ട് ഇത് ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നു എന്നതിനെക്കുറിച്ച് ഒരു രേഖയും എൻ്റെ കയ്യിലില്ല. ഈ അഗ്രിമെൻറ്റ് താങ്കൾ വായിച്ചത് ഞാൻ കണ്ടസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ വിചിത്രമാണ്. കേരളത്തിൻ്റെ ഇതുപോലുള്ള ഇടപാടുകളുടെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതിന് വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും കൃത്യമായ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ, അസംബ്ലിയിലാണെങ്കിലും പുറത്താണെങ്കിലും. ഈ സംസ്ഥാന സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അവരെനിക്ക് തന്നൊരു ചെറിയ കുറിപ്പിൽ പറയുന്നത്, എനിക്ക് തോന്നുന്നു അതൊരു ഇൻറ്റേർണലി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു വിശദീകരണ കുറിപ്പാണ്. ഒരുപക്ഷെ അത് പുറത്ത് വരുമായിരിക്കും, അത് പുറത്ത് പ്രസിദ്ധീകരിക്കാനല്ല. അതുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വാദമായി അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് നൽകിയിരിക്കുന്നൊരു ഇൻഫർമേഷൻ പ്രകാരം ഇത് 11 വർഷം 2011 ഇതിൻ്റെ പാട്ട കരാർ 2 ഒപ്പിടുന്നത് TCOM സംസ്ഥാന സർക്കാരുമായിട്ട്. 7 ഫ്രെയിംവർക്ക് കരാർ ഒപ്പിടുന്നു. അതിനുശേഷം 13 വർഷമായിട്ട് TCOM ഈ കൊറോണയുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള IT നിക്ഷേപം കുറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ TCOM അതുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇത് TCOM വീഴ്ചയായി കണക്കാക്കാതെ തന്നെ പരസ്പരം സംയുക്തമായിട്ടൊരു ധാരണയിലെത്തി പിന്മാറുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് TCOM എത്രയാണോ കേരളത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് ആ പണം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു ഇവാലുവേറ്ററെ നിശ്ചയിച്ചിരിക്കുന്നത്. അതിലെന്താണ് തെറ്റ് എന്നാണ് സംസ്ഥാന സർക്കാർ ചോദിക്കുന്നത്. CCP ജോൺ. ഇതിന് ഇത്തരം സന്ദർഭങ്ങളിൽ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഈ TCOM എന്നുള്ള കമ്പനി ബാങ്ക്രപ്റ്റായി പോയി എന്നിരിക്കട്ടെ, നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യമല്ലല്ലോ. കാരണം അവരുടേതായ കാരണം കൊണ്ട് അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ പൊതുവിലൊരു കമ്പനി എന്ന നിലയ്ക്കോ അവരില്ലാതായോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അതുകൊണ്ടാണോ അവർ നിർത്തിയത് എങ്കിൽ അതൊരു പ്രസക്തമായ ചോദ്യമാണ്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിൽ നമ്മൾ ആലോചിച്ചൊരു കാര്യമാണ് റിവേഴ്സ് ടെൻഡർ. അതായത് ഈ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ചുകൊണ്ട് TCOM എന്ന കമ്പനി അല്ലാതെ മറ്റേതെങ്കിലും കമ്പനികൾ, ഇന്ത്യൻ കമ്പനിയാവട്ടെ വിദേശ കമ്പനിയാവട്ടെ, ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറുണ്ടോ എന്നൊരു അന്വേഷണം ഗവൺമെൻറ് ഓഫ് കേരള നടത്തിയോ? TCOM വയ്യെങ്കിൽ വേറെ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയുമോ? അത് അത്തരത്തിലുള്ളൊരു ടെൻഡറിലേക്ക് പിന്നീട് പോകാൻ, റിവേഴ്സ് ടെൻഡറിലേക്ക്. അത്തരത്തിലുള്ളൊരു പ്രോസസ്സിനെ കുറിച്ച് ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാനും പറയാനോ ഇന്നിപ്പോൾ നമ്മൾ രണ്ടാളും മാത്രമേ വേദിയിൽ കാണുന്നുള്ളൂ. അവരുടെ സർക്കാരിന്റെ വേർഷൻ ഒരു ചാനലിലും CPM ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തിൽ ഇന്ന് അതിഥികളെ കൊടുക്കുന്നില്ല എന്നതാണ് തീരുമാനം.
Debate with Dr. Arun Kumar.